പ്രിയമുള്ളവരെ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ബൈബിൾ ഇൻ എ ഇയർ. ഒരു വർഷം കൊണ്ട് വിശുദ്ധ ബൈബിൾ വായിച്ച് മനസ്സിലാക്കാൻ സഹായിക്കുന്ന ഈ ദൈവവചന വായനാ പദ്ധതി നിങ്ങളിലേക്ക് എത്തിക്കുന്നത് അസെൻഷൻ. ഞാൻ ഡാനിയലച്ചൻ. വചന വായനയിലൂടെ ദൈവസ്വരം കേൾക്കാനും ദൈവത്തിൻ്റെ കണ്ണുകളിലൂടെ നമ്മുടെ ജീവിതത്തെ നോക്കിക്കാണാനും ബൈബിളിലൂടെ മനോഹരമായ ഒരു യാത്രയ്ക്ക് നിങ്ങളെ ഞാൻ ക്ഷണിക്കുകയാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ 73 ഗ്രന്ഥങ്ങളിലായി പരന്നു കിടക്കുന്ന മനുഷ്യരക്ഷയുടെ മഹാസംഭവം ഒറ്റപ്രമേയമായി വായിക്കുന്നതിന് ദ ഗ്രേറ്റ് അഡ്വഞ്ചർ ബൈബിൾ ടൈംലൈൻ എന്ന വായനാ സഹായി നമ്മൾ ഉപയോഗിക്കുന്നു. നിങ്ങൾക്ക് റീഡിംഗ് പ്ലാൻ ആവശ്യമുണ്ടെങ്കിൽ BIYindia.com/മലയാളം എന്ന ലിങ്കിൽ അത് ലഭ്യമാണ്. ഇന്ന് 249 ദിവസം. ഇന്ന് വായിക്കുന്ന വചന ഭാഗങ്ങൾ: ജെറമിയ അധ്യായങ്ങൾ 37, 38, യൂദിത്തിന്റെ പുസ്തകം അധ്യായങ്ങൾ 8, 9, സുഭാഷിതങ്ങൾ അധ്യായം 17, വാക്യങ്ങൾ 5 മുതൽ 8 വരെ. നമുക്ക് വചനം വായിച്ച് തുടങ്ങാം. നാം വചനം വായിക്കുമ്പോൾ വചനം നമ്മെ വായിക്കുന്നു. ജെറമിയ അധ്യായം 37. സെദക്കിയായുടെ അഭ്യർത്ഥന. ബാബിലോൺ രാജാവായ നെബൂഖദ്നേസർ യൂദാദേശത്ത് രാജാവാക്കിയ ജോസിയ പുത്രനായ സെദക്കിയ രാജാവ് യെഹോയാക്കീമിന്റെ മകനായ കോണിയായ്ക്ക് പകരം ഭരിക്കാൻ തുടങ്ങി. എന്നാൽ അവനോ അവന്റെ ദാസരോ ദേശത്തെ ജനമോ പ്രവാചകനായ ജെറമിയ വഴി കർത്താവ് പ്രസ്താവിച്ച തിരുവചനങ്ങൾ ശ്രവിച്ചില്ല. നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിച്ചാലും എന്ന് പറയാൻ സെദക്കിയ രാജാവ് ശെലെമിയായുടെ പുത്രൻ യെഹൂക്കാലിനെയും മാസയായുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജെറമിയ പ്രവാചകന്റെ അടുക്കലേക്ക് അയച്ചു. ജെറമിയ ജനത്തിന്റെ ഇടയിൽ സ്വൈര്യമായി സഞ്ചരിച്ചിരുന്നു. അവർ അവനെ കാരാഗൃഹത്തിൽ അടച്ചിരുന്നില്ല. ഫറവോയുടെ സൈന്യം ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടിരുന്നു. ജെറുസലേം ഉപരോധിച്ചിരുന്ന കൽദായർ അവരെക്കുറിച്ചുള്ള ശ്രുതി കേട്ട് ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങി. അപ്പോൾ ജെറമിയ പ്രവാചകന്റെ പക്കൽ കർത്താവിന്റെ വചനം ഇപ്രകാരമുണ്ടായി: ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: എന്നോട് ആരായാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യൂദാ രാജാവിനോട് ഇങ്ങനെ പറയുവിൻ: ഇതാ നിങ്ങൾക്ക് സഹായത്തിനായി പുറപ്പെട്ടു വന്ന ഫറവോയുടെ സൈന്യം സ്വദേശമായ ഈജിപ്തിലേക്ക് മടങ്ങുന്നു. കൽദായർ തിരിച്ചു വന്ന് ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: കൽദായർ തീർച്ചയായും നമ്മെ വിട്ടുപോയിക്കൊള്ളും എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. നിശ്ചയമായും അവർ വിട്ടുപോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സൈന്യം മുഴുവനെയും നിങ്ങൾ പ്രഹരിക്കുകയും അവരിൽ അവശേഷിക്കുന്നവർ മുറിവേറ്റവരായിരിക്കുകയും ചെയ്താലും തൻ്റെ കൂടാരത്തിൽ ഓരോരുത്തരും എഴുന്നേറ്റ് ഈ നഗരം അഗ്നിക്കിരയാക്കും. ജെറമിയ കാരാഗൃഹത്തിൽ. ഫറവോയുടെ സൈന്യം മൂലം കൽദായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ബെഞ്ചമിൻ ദേശത്തു നിന്നുള്ള ജനങ്ങളുടെ ഇടയിൽ അവകാശം സ്വീകരിക്കാൻ ജെറുസലേമിൽ നിന്ന് അവിടേക്ക് പോകാനായി ജെറമിയ പുറപ്പെട്ടു. അവൻ ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ അവിടെ കാവൽ സേനാ നായകൻ ഉണ്ടായിരുന്നു. ഇറിയ എന്നായിരുന്നു അവൻ്റെ പേര്. നീ കൽദായ പക്ഷത്തേക്ക് ഓടിപ്പോവുകയാണ് എന്ന് പറഞ്ഞ് അവൻ ജെറമിയ പ്രവാചകനെ പിടിച്ചു നിർത്തി. അനനിയായുടെ മകനായ ശെലെമിയായുടെ മകനാണ് ഇറിയ. നുണ, ഞാൻ കൽദായ പക്ഷത്തേക്ക് ഓടിപ്പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അയാൾ അവന് ചെവി കൊടുത്തില്ല. ഇറിയ ജെറമിയായി പിടിച്ച് അധികാരികളുടെ പക്കൽ കൊണ്ടുവന്നു. അധികാരികൾ ജെറമിയായോട് കുപിതരായി അവനെ പ്രഹരിച്ച് കാര്യവിചാരകനായ ജോനാഥാന്റെ വീട് തന്നെയായ കാരാഗൃഹത്തിൽ തള്ളി. എന്തെന്നാൽ അത് അവർ തടവറയാക്കിയിരുന്നു. ജെറമിയ കാരാഗൃഹമായ കുഴിയറയിലായി. വളരെ നാൾ അവിടെ ജെറമിയ കഴിഞ്ഞു. സെദക്കിയ രാജാവ് അവനെ ആളയച്ചു വരുത്തി. രാജാവ് അവനോട് കൊട്ടാരത്തിൽ വെച്ച് രഹസ്യത്തിൽ ചോദിച്ചു: കർത്താവിൽ നിന്ന് എന്തെങ്കിലും വചനമുണ്ടോ എന്ന് അവൻ തിരക്കി. ജെറമിയ പറഞ്ഞു: ഉണ്ട്, നീ ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. എന്നിട്ട് ജെറമിയ സെദക്കിയ രാജാവിനോട് ചോദിച്ചു: നിന്നോടോ നിന്റെ ദാസരോടോ ഈ ജനത്തോടോ ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് നിങ്ങൾ എന്നെ തടവറയിലിട്ടത്? ബാബിലോൺ രാജാവ് നിങ്ങൾക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? ഇപ്പോൾ യജമാനനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ യാചന അങ്ങയുടെ മുമ്പിൽ സ്വീകാര്യമാകട്ടെ. കാര്യവിചാരകനായ ജോനാഥാന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ. അവിടെ ഞാൻ മരിക്കാതിരിക്കട്ടെ. സെദക്കിയ രാജാവ് കൽപ്പിച്ചതനുസരിച്ച് ജെറമിയായെ അവർ കാവൽ പുരത്തളത്തിൽ സൂക്ഷിക്കുകയും നഗരത്തിലെ അപ്പമെല്ലാം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഓരോ കഷണം അപ്പം കൊടുക്കുകയും ചെയ്തു പോന്നു. അങ്ങനെ ജെറമിയ കാവൽപുരയുടെ തളത്തിൽ കഴിഞ്ഞു. ജെറമിയ അധ്യായം 38. ജെറമിയ കിണറ്റിൽ.
എല്ലാ ജനത്തോടുമായി ജെറമിയ പറയുന്ന വാക്കുകൾ: മത്താന്റെ പുത്രൻ ഷെഫാത്തിയ, പാഷൂറിന്റെ പുത്രൻ ഗദാലിയ, ശെലെമിയായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയായുടെ പുത്രൻ പാഷൂർ എന്നിവർ കേട്ടു. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈ നഗരത്തിൽ തങ്ങുന്നവൻ വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുത്തേക്ക് പുറപ്പെടുന്നവൻ ജീവിക്കും. തൻ്റെ ജീവൻ അവന് യുദ്ധസമ്മാനമായി തീരുകയും അവൻ ജീവിക്കുകയും ചെയ്യും. കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ഈ നഗരം ബാബിലോൺ രാജാവിൻ്റെ സൈന്യത്തിൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുക തന്നെ ചെയ്യും. അവനത് കീഴടക്കുകയും ചെയ്യും. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു: ഇയാൾ വധിക്കപ്പെടണം. എന്തെന്നാൽ ഇത്തരം വാക്കുകൾ പറഞ്ഞുകൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന പോരാളികളുടെ കൈകളെയും എല്ലാ ജനങ്ങളുടെയും കൈകളെയും ഇവൻ നിശ്ചയമായും നിർവീര്യമാക്കുന്നു. തീർച്ചയായും ഇയാൾ ഈ ജനത്തിൻ്റെ നാശമല്ലാതെ ക്ഷേമം ഒട്ടും ആഗ്രഹിക്കുന്നവനല്ല. സിദെക്കീയ രാജാവ് പറഞ്ഞു: ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ രാജാവിനൊന്നും സാധ്യമല്ലല്ലോ. അവർ ജെറമിയായെ പിടിച്ച് കാവൽപുരയുടെ മുറ്റത്തുണ്ടായിരുന്ന മൽക്കിയ രാജകുമാരൻ്റെ കിണറ്റിലേക്ക് ഇറക്കി. കയറുകൊണ്ടാണ് ജെറമിയായെ അവർ താഴേക്കെത്തിച്ചത്. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ജെറമിയ ചെളിയിൽ താണു. അവർ ജെറമിയായെ കിണറ്റിലേക്കിട്ടെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ ഏബദ് മെലേക്ക് എന്ന ഷണ്ടൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. ഏബദ് മേലക്ക് കൊട്ടാരത്തിൽ നിന്നിറങ്ങിച്ചെന്ന് രാജാവിനോട് ഇപ്രകാരം സംസാരിച്ചു: യജമാനനായ രാജാവേ, ഈ ആളുകൾ പ്രവാചകനായ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയത് മൂലം അദ്ദേഹത്തോട് ചെയ്തതെല്ലാം വഴി തിന്മയാണ് ചെയ്തിരിക്കുന്നത്. നഗരത്തിൽ ഇനി അപ്പമില്ലാത്തതിനാൽ അവൻ അതിൻ്റെ അടിത്തട്ടിൽ പട്ടിണി കൊണ്ട് മരിക്കും. രാജാവ് എത്യോപ്യക്കാരനായ ഏബദ് മെലേക്കിനോട് ഇപ്രകാരം കൽപ്പിച്ചു: നീ ഇവിടെ നിന്ന് നിന്റെ കൂടെ 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുമ്പ് കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് ഏബദ് മെലേക്ക് തൻ്റെ കൂടെ ആളുകളെയും കൂട്ടിക്കൊണ്ട് രാജകൊട്ടാരത്തിൽ സംഭരണശാലയുടെ കീഴേ ചെന്ന് അവിടെ നിന്ന് പഴന്തുണികളും കീറക്കഷണങ്ങളും എടുത്ത് അവ ജെറമിയായ്ക്ക് കയറുവഴി കിണറ്റിലേക്ക് ഇറക്കിക്കൊടുത്തു. ഈ പഴയ കീറത്തുണികൾ കഷണങ്ങളിൽ വെച്ച് അതിനു പുറമെ കയറിടുക എന്ന് എത്യോപ്യക്കാരനായ ഏബദ് മെലേക്ക് ജെറമിയായോട് പറഞ്ഞു. ജെറമിയ അങ്ങനെ ചെയ്തു. അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമിയ കാവൽപുരത്തളത്തിൽ കഴിഞ്ഞു. സിദെക്കീയ ഉപദേശം തേടുന്നു. സിദെക്കീയ രാജാവ് ജെറമിയ പ്രവാചകനെ തൻ്റെ പക്കലേക്ക് കർത്താവിൻ്റെ ആലയത്തിൻ്റെ 3-ാം കവാടത്തിലേക്ക് ആളയച്ചു വരുത്തി. രാജാവ് ജെറമിയായോട് പറഞ്ഞു: ഞാൻ നിന്നോട് ഒരു കാര്യം ചോദിക്കാം. എന്നിൽ നിന്ന് ഒന്നും മറച്ചു വെക്കരുത്. ജെറമിയ സിദെക്കീയായോട് പറഞ്ഞു: ഞാൻ നിന്നോട് പറഞ്ഞാൽ നീ എന്നെ തീർച്ചയായും കൊല്ലുകയില്ലേ? ഞാൻ ഉപദേശിച്ചാൽ നീ എന്നെ കേൾക്കുകയുമില്ലല്ലോ. അപ്പോൾ സിദെക്കീയ രാജാവ് ജെറമിയായോട് ഇപ്രകാരം രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു: നമുക്കായി ഈ ജീവനൊരുക്കിയ ജീവിക്കുന്ന കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ നിന്റെ ജീവനെ തേടുന്ന ഈ ആളുകളുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെറമിയ സിദെക്കീയായോട് പറഞ്ഞു: ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ ദൈവമായ കർത്താവ് ഇങ്ങനെ അരുൾ ചെയ്യുന്നു: ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുത്തേക്ക് നീ പുറപ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ നിലനിൽക്കും. ഈ നഗരം തീയിൽ ദഹിപ്പിക്കപ്പെടുകയില്ല. നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുത്തേക്ക് പുറപ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് അഗ്നിയിൽ ദഹിപ്പിക്കും. നീ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. സിദെക്കീയ രാജാവ് ജെറമിയായോട് പറഞ്ഞു: കൽദായ പക്ഷത്തേക്ക് ചേർന്നിരിക്കുന്ന യഹൂദരെ, അവർ എന്നെ അവരുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ അവഹേളിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമിയ പറഞ്ഞു: അവർ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. നിന്നോട് ഞാൻ സമ്മതിക്കുന്ന കർത്താവിൻ്റെ സ്വരം ശ്രവിച്ചാലും അത് നിനക്ക് ഗുണം ചെയ്യുകയും നിന്റെ ജീവൻ നിലനിൽക്കുകയും ചെയ്യും. എന്നാൽ നീ പുറപ്പെടാൻ വിസമ്മതിച്ചാൽ, ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്ന വചനം. ഇതാ, യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെല്ലാം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കലേക്ക് ആനീതരാകും. അവർ പറയും: നിന്റെ ഉടമ്പടിക്കാർ നിന്നെ വശീകരിച്ചു. അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണു. അവർ പുറം തിരിച്ച് അകന്നു. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കലേക്ക് ആനയിക്കപ്പെടും. നീയും അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. മറിച്ച് ബാബിലോൺ രാജാവിൻ്റെ കയ്യിൽ നീ ഏൽപ്പിക്കപ്പെടും. അവൻ ഈ നഗരം അഗ്നിക്കിരയാക്കും. സിദെക്കീയ ജെറമിയായോട് പറഞ്ഞു: ഇക്കാര്യങ്ങൾ ആരും അറിയാതിരിക്കട്ടെ. എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചെന്ന് കേട്ട് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്ത് സംസാരിച്ചു? ഒന്നും ഞങ്ങളിൽ നിന്ന് മറച്ചു വെക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല. രാജാവ് നിന്നോട് എന്ത് സംസാരിച്ചു? ഞങ്ങളോട് വ്യക്തമാക്കുക എന്ന് പറയുകയാണെങ്കിൽ
ഞാൻ അവിടെ മരിക്കാതിരിക്കാൻ എന്നെ ജോനാഥാന്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന എൻ്റെ യാചന രാജസന്നിധിയിൽ ഞാൻ സമർപ്പിക്കുകയായിരുന്നു എന്ന് നീ അവരോട് പറയണം. പ്രഭുക്കന്മാരെല്ലാം ജെറമിയായുടെ അടുക്കൽ വന്ന് അവനെ ചോദ്യം ചെയ്തു. രാജാവ് അനുശാസിച്ചിരുന്നതുപോലെ ആ വചനങ്ങളെല്ലാം ജെറമിയ അവരോട് പറഞ്ഞു. അവർ നിശബ്ദരായി, എന്തെന്നാൽ അവർ കാര്യം ഗ്രഹിച്ചിരുന്നില്ല. ജെറുസലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപുരത്തളത്തിൽ കഴിഞ്ഞു. ജെറുസലേം പിടിച്ചടക്കപ്പെട്ടപ്പോൾ അവൻ അവിടെയായിരുന്നു. യൂദിത്ത് അധ്യായം 8. യൂദിത്ത്. ആ ദിവസങ്ങളിൽ മെറാറിയുടെ മകളായിരുന്ന യൂദിത്ത് ഇക്കാര്യങ്ങൾ കേട്ടു. മെറാറിയുടെ പൂർവികർ തലമുറക്രമത്തിൽ ഇവരായിരുന്നു: ഓക്സ്, ജോസഫ്, ഉസിയേൽ, എൽക്കിയ, അനനിയാസ്, ഗിദയോൻ, റഫായിം, അഹിത്തൂബ്, ഏലിയ, ഹിൽക്കിയ, ഏലിയാബ്, നഥാനയേൽ, സലാമിയേൽ, സരസദായ്, ഇസ്രായേൽ. അവരുടെ ഗോത്രത്തിലും പിതൃകുടുംബത്തിലും പെട്ട അവരുടെ ഭർത്താവ് മനാസെ ബാർലി കൊയ്ത്തുകാലത്ത് മരണമടഞ്ഞിരുന്നു. അവൻ പാടത്ത് കറ്റകെട്ടുന്നവർക്ക് മേൽനോട്ടം വഹിക്കുകയായിരുന്നു. അപ്പോൾ തലയിൽ പൊള്ളുന്ന ചൂടേറ്റ് അവൻ ശയ്യാവലംബിയായി. സ്വന്തം നഗരമായ ബത്തൂലിയായിൽ വെച്ച് അവൻ മരണമടഞ്ഞു. അവർ അവനെ ദോഥാനും ബാലാമോനും മധ്യേയുള്ള വയലിൽ അവൻ്റെ പിതാക്കന്മാരോടുകൂടെ സംസ്കരിച്ചു. വിധവയായി യൂദിത്ത് 3 കൊല്ലവും 4 മാസവും തൻ്റെ ഭവനത്തിൽ വസിച്ചു. അവൾ തൻ്റെ ഭവനത്തിനു മുകളിൽ തനിക്കായി ഒരു കൂടാരം നിർമ്മിച്ചു. അവൾ അരയിൽ ചാക്ക് ചുറ്റുകയും തൻ്റെ വൈധവ്യത്തിൻ്റെ വസ്ത്രങ്ങൾ ധരിക്കുകയും ചെയ്തിരുന്നു. തൻ്റെ വൈധവ്യത്തിൻ്റെ ദിനങ്ങളിൽ സാബത്തിൻ്റെ തലേനാളും സാബത്തിലും അമാവാസിയുടെ തലേനാളും അമാവാസിയിലും ഉത്സവ ദിനങ്ങളിലും ഇസ്രായേൽ ഭവനത്തിൻ്റെ ആഹ്ലാദ ദിനങ്ങളിലും ഒഴികെ മറ്റെല്ലാ ദിവസവും അവൾ ഉപവാസം അനുഷ്ഠിച്ചിരുന്നു. അവൾ കാഴ്ചയിൽ സുന്ദരിയും ഏറെ മുഖശോഭയുള്ളവളുമായിരുന്നു. അവളുടെ ഭർത്താവായ മനാസെ അവൾക്ക് സ്വർണവും വെള്ളിയും വയലുകളും ദാസീദാസന്മാരെയും കന്നുകാലികളെയും അവശേഷിപ്പിച്ചിരുന്നു. അവൾ അവ പരിപാലിച്ചു പോന്നു. അവൾക്ക് ഏറെ ദൈവഭയമുണ്ടായിരുന്നതിനാൽ ആരും അവൾക്കെതിരായി ഒരു പാഴ്വാക്കും പറഞ്ഞിരുന്നില്ല. യൂദിത്ത് ഇസ്രായേല്യർക്ക് ധൈര്യം പകരുന്നു. ജലക്ഷാമം കൊണ്ട് തളർന്ന ജനത്തിൻ്റെ ഭരണാധികാരികൾക്കെതിരെയുള്ള നീചമായ വാക്കുകൾ യൂദിത്ത് കേട്ടു. 5 ദിവസം കഴിഞ്ഞ് നഗരം അസീറിയയ്ക്ക് കൈമാറാമെന്ന് ഉസിയ അവരോട് ആണയിട്ട് പറഞ്ഞ എല്ലാ കാര്യങ്ങളും അവൾ കേട്ടു. തനിക്കുണ്ടായിരുന്നവയുടെ എല്ലാം മേൽനോട്ടക്കാരിയായിരുന്ന തൻ്റെ വിശ്വസ്തദാസി അയച്ച് അവൾ നഗരശ്രേഷ്ഠന്മാരായ കാബ്രീസിനെയും കാർമീസിനെയും വിളിപ്പിച്ചു. തൻ്റെ പക്കൽ അവർ വന്നപ്പോൾ അവൾ അവരോട് പറഞ്ഞു: ബത്തൂലിയായിൽ വസിക്കുന്നവരുടെ ഭരണകർത്താക്കളെ, ഇപ്പോൾ നിങ്ങൾ എന്നെ കേൾക്കുവിൻ. ഈ ദിവസം നിങ്ങൾ ജനത്തോട് പറഞ്ഞ കാര്യം ശരിയല്ല. നിശ്ചിത ദിവസങ്ങൾക്കുള്ളിൽ കർത്താവ് നിങ്ങളുടെ സഹായത്തിനായി തിരിയാത്ത പക്ഷം നഗരം നമ്മുടെ ശത്രുക്കൾക്ക് ഏൽപ്പിച്ചു കൊടുക്കാമെന്ന് നിങ്ങൾ ദൈവത്തെയും നിങ്ങളെയും സാക്ഷിയാക്കി ആണയിട്ട് പറഞ്ഞു. ഈ ദിവസം ദൈവത്തെ പരീക്ഷിക്കുകയും മനുഷ്യരുടെ മുമ്പിൽ ദൈവത്തിൻ്റെ സ്ഥാനത്ത് നിങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ആരാണ്? സർവശക്തനായ കർത്താവിനെയാണ് നിങ്ങൾ പരീക്ഷിക്കുന്നത്. എന്നാൽ നിങ്ങൾ ഒരിക്കലും ഒന്നും മനസ്സിലാക്കുകയില്ല. മനുഷ്യഹൃദയത്തിൻ്റെ ആഴം നിങ്ങൾക്ക് കണ്ടെത്താൻ കഴിയുകയില്ല. അവൻ്റെ മനസ്സിൻ്റെ വ്യവഹാരങ്ങൾ നിങ്ങൾക്ക് ഗ്രഹിക്കാനുമാവുകയില്ല. എന്നിട്ടും ഇവയെല്ലാം സൃഷ്ടിച്ച ദൈവത്തെ പരീക്ഷിക്കാമെന്നും അവിടുത്തെ മനസ്സ് കാണാമെന്നും ചിന്ത മനസ്സിലാക്കാമെന്നും വിചാരിക്കാൻ നിങ്ങൾക്കെങ്ങനെ കഴിയും? സഹോദരന്മാരെ, നമ്മുടെ ദൈവമായ കർത്താവിനെ ഒരു വിധത്തിലും പ്രകോപിപ്പിക്കരുത്. എന്തുകൊണ്ടെന്നാൽ ഈ 5 ദിവസത്തിനകം നമ്മുടെ സഹായത്തിന് വരാൻ അവിടുത്തേക്ക് ഇഷ്ടമില്ലെങ്കിൽ തന്നെയും തനിക്കിഷ്ടമുള്ള ഏത് സമയത്തും നമ്മെ രക്ഷിക്കാനോ നമ്മുടെ ശത്രുക്കളുടെ മുൻപാകെ നമ്മെ നശിപ്പിക്കാനോ അവിടുത്തേക്ക് അധികാരമുണ്ട്. നമ്മുടെ ദൈവമായ കർത്താവിൻ്റെ ലക്ഷ്യങ്ങൾ നിയന്ത്രിക്കാൻ നിങ്ങൾ ശ്രമിക്കരുത്. ഭീഷണിക്ക് വിധേയനാകാൻ ദൈവം മനുഷ്യനെ പോലെയല്ല. തർക്കിച്ച് കീഴടക്കപ്പെടാൻ അവിടുന്ന് മനുഷ്യപുത്രനെ പോലെയുമല്ല. അതിനാൽ അവിടുത്തെ മുമ്പിൽ രക്ഷയ്ക്കായി നാം കാത്തിരിക്കുമ്പോൾ നമ്മുടെ സഹായത്തിനായി നമുക്ക് അവിടുത്തെ വിളിച്ചപേക്ഷിക്കാം. അവിടുത്തേക്ക് പ്രീതികരമെങ്കിൽ അവിടുന്ന് നമ്മുടെ സ്വരം ശ്രവിക്കും. പണ്ടത്തെ പോലെ കനങ്ങൾ കൊണ്ട് നിർമ്മിച്ച ദേവന്മാരെ ആരാധിച്ച ഒരു ഗോത്രമോ പിതൃകുടുംബമോ ജനതയോ നഗരമോ നമ്മുടെ തലമുറകളിലോ ഇക്കാലത്തോ നമ്മുടെ ഇടയിൽ നിന്ന് ഉണ്ടായിട്ടില്ല. മുമ്പ് നമ്മുടെ പിതാക്കന്മാർ വാളിനിരയായതും കവർച്ച ചെയ്യപ്പെട്ടതും നമ്മുടെ ശത്രുക്കളുടെ മുമ്പിൽ വലിയ അനർത്ഥങ്ങൾ അനുഭവിച്ചതും അക്കാരണത്താലാണ്. എന്നാൽ നാം അവിടുത്തെ അല്ലാതെ മറ്റൊരു ദൈവത്തെ അറിഞ്ഞിട്ടില്ലാത്തതിനാൽ അവിടുന്ന് നമ്മെയോ നമ്മുടെ വംശത്തെയോ അവഗണിക്കുകയില്ലെന്ന് നാം പ്രത്യാശിക്കുന്നു. നമ്മൾ കീഴടക്കപ്പെടുകയാണെങ്കിൽ യൂദയ മുഴുവൻ കീഴടക്കപ്പെടുകയും
നമ്മുടെ വിശുദ്ധ സ്ഥലം കൊള്ളയടിക്കപ്പെടുകയും ചെയ്യും. അത് അശുദ്ധമാക്കിയതിൻ്റെ കുറ്റം അവിടുന്ന് നമ്മുടെ രക്തത്തിന്മേൽ ചുമത്തുകയും ചെയ്യും. നമ്മുടെ സഹോദരന്മാർ കൊല്ലപ്പെട്ടതിൻ്റെയും നാടിൻ്റെ ബന്ധനത്തിൻ്റെയും നമ്മുടെ പൈതൃകാവകാശം നഷ്ടപ്പെട്ടതിൻ്റെയും ഉത്തരവാദിത്വം ജനതകളുടെ ഇടയിൽ നാം അടിമവേല ചെയ്യുമ്പോൾ അവിടുന്ന് നമ്മുടെ ശിരസിൽ ചുമത്തും. നമ്മെ കീഴടക്കുന്നവരുടെ ദൃഷ്ടിയിൽ നമ്മൾ അപകീർത്തിതരും പരിഹാസ്യരുമാകും. ആകയാൽ നമ്മുടെ അടിമത്തം നന്മയിലേക്ക് നയിക്കുന്നതായിരിക്കുകയില്ല. നമ്മുടെ ദൈവമായ കർത്താവ് അതിനെ നമ്മുടെ അപമാനത്തിന് കാരണമാക്കും. അതിനാൽ സഹോദരന്മാരെ, ഇപ്പോൾ നമുക്ക് നമ്മുടെ സഹോദരർക്ക് ഒരു മാതൃക കാട്ടാം. അവരുടെ ജീവൻ നമ്മെ ആശ്രയിച്ചിരിക്കുന്നു. വിശുദ്ധ സ്ഥലവും ആലയവും ബലിപീഠവും നമ്മളാൽ സംരക്ഷിക്കപ്പെടേണ്ടതാണ്. കാര്യങ്ങളെല്ലാം ഇങ്ങനെയാണെങ്കിലും നമ്മുടെ ദൈവമായ കർത്താവിന് നമുക്ക് നന്ദി പറയാം. എന്തെന്നാൽ അവിടുന്ന് നമ്മുടെ പിതാക്കന്മാരെ എന്ന പോലെ നമ്മെയും പരിശോധിക്കുന്നു. അവിടുന്ന് അബ്രാഹത്തോട് ചെയ്തതും ഇസഹാക്കിനെ പരീക്ഷിച്ചതും തൻ്റെ മാതൃ സഹോദരനായ ലാബാൻ്റെ ആടുകളെ മേയ്ക്കുമ്പോൾ സിറിയായിലെ മെസപ്പൊട്ടോമിയയിൽ വെച്ച് യാക്കോബിന് സംഭവിച്ചതും നിങ്ങൾ ഓർക്കുക. അവരുടെ ഹൃദയത്തെ പരീക്ഷിക്കാനായി അവിടുന്ന് അവരോട് ചെയ്തതുപോലെ നമ്മെ അഗ്നിശോധനയ്ക്ക് വിധേയമാക്കുകയോ നമ്മോട് പ്രതികാരം ചെയ്യുകയോ ചെയ്തിട്ടില്ല. എന്നാൽ കർത്താവ് തന്നോട് അടുപ്പമുള്ളവരെ മുന്നറിയിപ്പെന്ന പോലെ പ്രഹരിക്കുന്നു. അപ്പോൾ ഉസിയ അവളോട് പറഞ്ഞു, നീ പറഞ്ഞതെല്ലാം ഹൃദയ നന്മയാൽ പറഞ്ഞതാണ്. ആർക്കും നിന്റെ വാക്കുകളെ എതിർക്കാനാവുകയില്ല. ഇന്നാദ്യമായല്ല നിന്റെ ജ്ഞാനം വെളിപ്പെടുന്നത്. നിന്റെ ഹൃദയത്തിൻ്റെ ഭാവം ശുദ്ധമായതിനാൽ ജനമെല്ലാം ആദ്യം മുതലേ നിന്റെ കാഴ്ചപ്പാട് അംഗീകരിച്ചിട്ടുണ്ട്. എന്നാൽ ദാഹവിവശരായ ജനം ഞങ്ങൾ അവരോട് പറഞ്ഞതുപോലെ ചെയ്യാൻ ഞങ്ങളെ നിർബന്ധിച്ചു. ഞങ്ങൾക്ക് ലംഘിക്കാനാവാത്ത വിധം ആ പ്രതിജ്ഞ ഞങ്ങളുടെ മേൽ വന്നു. നീ ഒരു ഭക്തയാകയാൽ ഇപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നമ്മുടെ ജലസംഭരണികൾ നിറയുന്നതിന് കർത്താവ് മഴയയക്കും. അങ്ങനെ നമ്മളിനി തളർന്നു വീഴുകയില്ല. യൂദിത്ത് അവരോട് പറഞ്ഞു, എന്നെ കേൾക്കുവിൻ. തലമുറ തലമുറകളിലൂടെ നമ്മുടെ മക്കളുടെ തലമുറയിലെത്തുന്ന ഒരു പ്രവൃത്തി ഞാൻ ചെയ്യാൻ പോകുന്നു. ഇന്ന് രാത്രി നിങ്ങൾ നഗര കവാടത്തിങ്കൽ നിൽക്കുവിൻ. ഞാൻ എൻ്റെ ദാസിയുമായി പുറത്തേക്ക് പോകും. നഗരം ശത്രുക്കൾക്ക് വിട്ടുകൊടുക്കാമെന്ന് ജനത്തോട് നിങ്ങൾ പറഞ്ഞ ആ ദിവസങ്ങൾക്കുള്ളിൽ കർത്താവിൻ്റെ കരത്തിലൂടെ ഇസ്രായേലിനെ സന്ദർശിക്കും. നിങ്ങൾ എൻ്റെ പദ്ധതി എന്തെന്നറിയാൻ ശ്രമിക്കരുത്. ഞാൻ ചെയ്യുന്നത് പൂർത്തിയാക്കപ്പെടുന്നതുവരെ നിങ്ങളോട് ഞാനത് പറയുകയില്ല. ഉസിയായും ഭരണാധിപന്മാരും അവളോട് പറഞ്ഞു, സമാധാനത്തിൽ പോവുക. നമ്മുടെ ശത്രുക്കളോട് പ്രതികാരം ചെയ്യാൻ ദൈവമായ കർത്താവ് നിന്റെ മുമ്പിലുണ്ടായിരിക്കട്ടെ. അവർ കൂടാരത്തിൽ നിന്ന് സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചുപോയി. യൂദിത്ത് അധ്യായം 9. യൂദിത്തിൻ്റെ പ്രാർത്ഥന. അനന്തരം യൂദിത്ത് സാഷ്ടാംഗം വീണ് തൻ്റെ തലയിൽ ചാരം പൂശി ധരിച്ചിരുന്ന ചാക്കുവസ്ത്രം അനാവരണം ചെയ്ത് ജെറുസലേമിൽ ദൈവത്തിൻ്റെ ഭവനത്തിൽ സായാഹ്ന ധൂപാർപ്പണത്തിൻ്റെ സമയത്ത് കർത്താവിനോട് ഉച്ചത്തിൽ നിലവിളിച്ചപേക്ഷിച്ചു. യൂദിത്ത് പറഞ്ഞു, എൻ്റെ പിതാവായ ശിമയോൻ്റെ ദൈവമായ കർത്താവേ, ഒരു കന്യകയെ മലിനയാക്കുന്നതിനായി അവരുടെ വസ്ത്രമഴിച്ച് അവളെ ലജ്ജിപ്പിക്കാൻ, അവളുടെ നഗ്നത അനാവരണം ചെയ്യുകയും അവളെ അപമാനിക്കാൻ അവളുടെ ഗർഭപാത്രം മലിനമാക്കുകയും ചെയ്ത വിദേശീയരോട് പ്രതികാരം ചെയ്യുന്നതിന് അങ്ങൻ്റെ പിതാവിൻ്റെ കയ്യിൽ ഒരു ഖഡ്ഗം കൊടുത്തുവല്ലോ. അതൊരിക്കലും സംഭവിക്കരുതെന്ന് അങ്ങ് പറഞ്ഞിരുന്നു. എങ്കിലും അവർ അത് ചെയ്തു. അതിനാൽ അങ്ങ് അവരുടെ ഭരണാധിപന്മാരെ കൊലയ്ക്ക് കൊടുത്തു. അവരുടെ ചതിപ്രയോഗം മൂലം ലജ്ജ പൂണ്ട അവരുടെ കിടക്ക രക്തപങ്കിലമാക്കപ്പെട്ടു. അങ്ങ് അടിമകളെ ഉടമകളോടൊപ്പവും പ്രഭുക്കന്മാരെ അവരുടെ സിംഹാസനങ്ങളിൽ മേലും പ്രഹരിച്ചു. അവരുടെ ഭാര്യമാരെ കൊള്ളവസ്തുവായും അവരുടെ പുത്രിമാരെ തടവുകാരായും അങ്ങ് വിട്ടുകൊടുത്തു. അങ്ങയോടുള്ള തീഷ്ണതയിൽ ജ്വലിക്കുകയും തങ്ങളുടെ രക്തം മലിനമാക്കപ്പെട്ടതിൽ വെറുപ്പ് കാണിക്കുകയും അങ്ങയുടെ സഹായം അപേക്ഷിക്കുകയും ചെയ്ത അങ്ങയുടെ അരുമസന്താനങ്ങൾക്കായി അവരുടെ കൊള്ള മുതലെല്ലാം അങ്ങ് വീതം വെച്ചു. ദൈവമേ, എൻ്റെ ദൈവമേ, വിധവയായ എന്നെയും കേൾക്കണമേ. അങ്ങാണ് ഇവയും ഇവയ്ക്ക് മുമ്പുള്ളവയും ശേഷമുള്ളവയും ചെയ്തത്. ഇപ്പോഴുള്ളവയും വരാനിരിക്കുന്നവയും അങ്ങ് നിരൂപിച്ചത് തന്നെ. അങ്ങ് നിരൂപിച്ചവ സംഭവിക്കുകയും ചെയ്തു. അങ്ങ് പദ്ധതിയിട്ട കാര്യങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ വന്ന്, ഇതാ ഞങ്ങൾ ഇവിടെയുണ്ട് എന്ന് പറഞ്ഞു. എന്തെന്നാൽ അങ്ങയുടെ എല്ലാ വഴികളും മുൻകൂട്ടി ഒരുക്കിയവയും അങ്ങയുടെ വിധി മുന്നറിവോടുകൂടിയവയുമാണ്. ഇതാ അസീറിയക്കാർ വർദ്ധിത ശക്തി നേടിയിരിക്കുന്നു. കുതിരകളാലും കുതിരക്കാരാലും അവർ ഉന്നതി പ്രാപിച്ചിരിക്കുന്നു. കാലാൾപ്പടയുടെ ശക്തിയിൽ അവർ അഹങ്കരിക്കുന്നു. പരിച, കുന്തം, വില്ല്, കവിണ എന്നിവയിൽ അവർ ആശ്രയിക്കുന്നു. അങ്ങാണ് യുദ്ധങ്ങൾ തകർക്കുന്ന കർത്താവെന്ന് അവർ ഗ്രഹിക്കുന്നില്ല. കർത്താവെന്നത്രേ അങ്ങയുടെ നാമം. അങ്ങയുടെ സൈന്യത്തിൻ്റെ ശക്തിയാൽ അവരുടെ കരുത്ത് ചോർത്തിക്കളയണമേ. അങ്ങയുടെ ക്രോധത്താൽ അവരുടെ ആധിപത്യം തകർക്കണമേ.
അങ്ങയുടെ വിശുദ്ധസ്ഥലം അശുദ്ധമാക്കാനും അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വം കുടികൊള്ളുന്ന കൂടാരം മലിനമാക്കാനും ബലിപീഠത്തിൻ്റെ കൊമ്പ് വാളുകൊണ്ട് മുറിച്ചു കളയാനും അവർ നിശ്ചയിച്ചിരിക്കുന്നു. അവരുടെ അഹങ്കാരം കാണണമേ. അവരുടെ ശിരസിൽ അങ്ങയുടെ ക്രോധം വർഷിച്ചാലും വിധവയായി ഞാൻ പദ്ധതിയിട്ട കാര്യത്തിനായി എൻ്റെ കരം ശക്തിപ്പെടുത്തണമേ. അധികാരിയോടൊപ്പം അടിമയെയും ഭരണാധികാരിയോടൊപ്പം ദാസനെയും എൻ്റെ അധരത്തിൻ്റെ കൗശലത്താൽ പ്രഹരിക്കണമേ. ഒരു സ്ത്രീയുടെ കരത്താൽ അവരുടെ അഹങ്കാരം തകർക്കണമേ. എന്തെന്നാൽ അങ്ങയുടെ ശക്തി അംഗസംഖ്യയിലോ അങ്ങയുടെ പ്രതാപം ശക്തന്മാരിലോ അല്ല. അങ്ങ് എളിയവരുടെ ദൈവവും ചെറിയവരുടെ സഹായകനും അവശരുടെ അത്താണിയും നിരാലംബരുടെ സംരക്ഷകനും ആശയറ്റവരുടെ രക്ഷകനുമാണ്. എൻ്റെ പിതാവിൻ്റെ ദൈവമേ, ഇസ്രായേലിൻ്റെ അവകാശത്തിൻ്റെ ദൈവമേ, സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥ, ജലാശയങ്ങളുടെ സ്രഷ്ടാവേ, അങ്ങയുടെ സകല സൃഷ്ടികളുടെയും രാജാവേ, ദയാപൂർവം എൻ്റെ പ്രാർത്ഥന ശ്രവിക്കണമേ. അങ്ങയുടെ ഉടമ്പടിക്കും അങ്ങയുടെ വിശുദ്ധ ഭവനത്തിനും സിയോൻ മലയ്ക്കും അങ്ങയുടെ മക്കൾക്ക് സ്വന്തമായ ഗൃഹത്തിനുമെതിരായി നിഷ്ഠൂര പദ്ധതികൾ ആസൂത്രണം ചെയ്ത അവർക്ക് എൻ്റെ കൗശലവചനം മുറിവും വ്രണവുമായി മാറ്റണമേ. അങ്ങാണ് ദൈവമെന്നും അങ്ങെല്ലാ ശക്തിയുടെയും ആധിപത്യത്തിൻ്റെയും ദൈവമാണെന്നും അങ്ങല്ലാതെ ഇസ്രായേൽ ജനത്തിന് മറ്റൊരു സംരക്ഷകനില്ലെന്നും അങ്ങയുടെ എല്ലാ ജനതയും ഓരോ ഗോത്രവും അറിയാൻ ഇടയാക്കണമേ. സുഭാഷിതങ്ങൾ അധ്യായം 17 വാക്യങ്ങൾ 5 മുതൽ 8 വരെ. ദരിദ്രനെ പരിഹസിക്കുന്നവൻ അവൻ്റെ സ്രഷ്ടാവിനെ നിന്ദിക്കുന്നു. വിനാശത്തിൽ സന്തോഷിക്കുന്നവൻ കുറ്റവിമുക്തനാവുകയില്ല. വൃദ്ധരുടെ കിരീടം പേരക്കിടാങ്ങളാണ്, മക്കളുടെ മഹിമ പിതാക്കന്മാരും. ഉത്തമമായ സംസാരം വിഡ്ഢിക്ക് ചേരുകയില്ല, വ്യാജഭാഷണം നായകന് ഒട്ടും തന്നെയും. കൈക്കൂലി വീരന്മാരുടെ ദൃഷ്ടികളിൽ അത് ഒരു മാന്ത്രിക കല്ലത്രേ, തിരിയുന്നിടത്തെല്ലാം അത് വിജയം നേടുന്നു. നല്ല കർത്താവേ, ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. അനന്തമായ അങ്ങയുടെ കരുണയിൽ ദൈവമേ, ഒരിക്കൽ കൂടി അവിടുത്തെ വചനം വായിക്കാൻ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കി തന്ന അനന്തമായ അങ്ങയുടെ കാരുണ്യത്തെയും സ്നേഹത്തെയും ഓർത്ത് ഞാൻ അങ്ങയെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. കർത്താവെ, ജെറമിയ സഹിച്ച പീഡാനുഭവങ്ങൾ, ദൈവത്തിൻ്റെ വാക്ക് കേൾക്കാനും ദൈവത്തിൻ്റെ തിരഞ്ഞെടുപ്പിനെ സ്വീകരിക്കാനും തയ്യാറാകുന്ന ഒരു മനുഷ്യൻ അങ്ങയോട് പുലർത്തേണ്ട വിശ്വസ്തതയുടെയും അങ്ങയുടെ ജനത്തോട് കാണിക്കേണ്ട ആത്മാർത്ഥതയുടെയും അടയാളമായി ഞങ്ങൾ തിരിച്ചറിയുന്നു. കഷ്ടപ്പാടുകൾ സഹിച്ച് വിശ്വസ്തനായ ഒരു ശുശ്രൂഷകനെ പോലെ മരണം വരെയും അങ്ങയുടെ ഹിതം നിറവേറ്റാൻ മാമോദീസായിലൂടെ അവിടുത്തെ പ്രവാചകരാക്കി അവിടുന്ന് മാറ്റിയ ഞങ്ങളെയും സഹായിക്കണമേ. ജീവിതത്തിൽ എന്ത് നഷ്ടങ്ങൾ വന്നാലും സത്യം കൈവെടിയാതിരിക്കാനും കർത്താവെ, ആരെയും ഭയപ്പെട്ട് ഒളിച്ചു വെക്കാതിരിക്കാനുമുള്ള പരിശുദ്ധാത്മാവിൻ്റെ ധൈര്യവും ഞങ്ങൾക്ക് അവിടുന്ന് നൽകണമേ. അനന്തമായ അങ്ങയുടെ കാരുണ്യം യൂഥത്തിലൂടെ പ്രവർത്തിച്ച് ആ ജനത്തിനു വേണ്ടി ആ മകളെ ഒരുക്കിയ ആ വഴികൾ ഞങ്ങൾ ഓർക്കുമ്പോൾ ദൈവമേ, ജ്ഞാനത്തോടും വിവേകത്തോടും കൂടെ ശത്രുവിനെ നേരിടാനുള്ള കൃപ ഞങ്ങൾക്ക് തരണമേ എന്നും ഞങ്ങൾ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ പിതാവേ, ഇപ്പോൾ ഈ വാക്ക് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ മകനെയും മകളെയും ഞാൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ പ്രഭാതത്തിൽ കർത്താവ്, എന്തെങ്കിലും വേദനകളിലൂടെ ഈ കുടുംബം കടന്നു പോകുന്നെങ്കിൽ ദൈവമേ, ഞാൻ ഹൃദയത്തിൽ നിന്ന് ഏറ്റവും ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു, ഇവരെ അങ്ങയുടെ കുരിശിൻ്റെ ശക്തി സഹായിക്കണമേ. കർത്താവ്, ഇവർക്കെതിരെ നിൽക്കുന്ന എല്ലാ അന്ധകാരങ്ങളെയും അങ്ങ് ശാസിക്കണമേ. ഇവരെ അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളാക്കി എപ്പോഴും ചേർത്ത് നിർത്തണമേ. ആമേൻ. പ്രിയമുള്ളവരെ, 249 ദിവസം ജെറുസലേമിൻ്റെ തകർച്ച സംഭവിക്കുന്ന നാളുകൾ അടുത്തു വരികയാണ്. ജെറമിയായുടെ ഹൃദയം ഒരുപാട് വേദനയിലായിരുന്നു. താൻ പ്രവചിച്ച കാര്യങ്ങൾ തൻ്റെ കൺമുമ്പിൽ നിറവേറുന്നത് കാണാനുള്ള ദൗർഭാഗ്യമുണ്ടായ പ്രവാചകന്മാരിൽ ഒരാളാണ് ജെറമിയ. യൂദായുടെ അവസാനത്തെ രാജാവായ സെദക്കിയ ജെറമിയായുടെ അടുത്തേക്ക് വന്ന് ജെറമിയായോട് ദൈവത്തിൻ്റെ വചനം ചോദിക്കുകയാണ്. രാജാക്കന്മാരുടെ ചരിത്രം വായിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നതാണ്, യൂദായുടെ ഏറ്റവും നല്ല രാജാവായ ജോസിയായുടെ മക്കളായിരുന്ന യഹോയാക്കിമും യഹോയാക്കിനും സെദക്കിയായുമാണ് ബാബിലോൺ പ്രവാസത്തോടെ ഏറ്റവും അടുത്തു നിന്ന രാജാക്കന്മാർ. അതിലെ അവസാനത്തെ ആളായിരുന്നു സെദക്കിയ, ദാവീദിൻ്റെ പരമ്പരയിലെ അവസാനത്തെ രാജാവ്. സെദക്കിയയോടുകൂടി ദാവീദിൻ്റെ രാജപരമ്പര പ്രത്യക്ഷത്തിൽ ഇല്ലാതാവുകയാണ്. ഇനി മിശിഹ വരുന്നതുവരെ ഈ രാജസിംഹാസനം ഒഴിഞ്ഞുകിടക്കും. ഈ ദാവീദിൻ്റെ വംശത്തിലെ അവസാനത്തെ രാജാവ് ഈ സെദക്കിയ ദൈവകൽപ്പന അനുസരിച്ചിരുന്നെങ്കിൽ ജെറുസലേം അഗ്നിക്കിരയാവുകയില്ലായിരുന്നു എന്ന് ജെറമിയ പറയുകയാണ്.
ബാബിലോൺ രാജാവിന് നീ കീഴടങ്ങണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നുവെന്ന് സെദക്കിയായോട് ജെറമിയ ആവശ്യപ്പെട്ടെങ്കിലും സെദക്കിയ ആ ഉപദേശം സ്വീകരിക്കാൻ തയ്യാറായില്ല. ജെറുസലേമിൻ്റെ പതനം സംഭവിക്കപ്പെടുന്ന സമയം വരെയും ജെറമിയ കാരാഗ്രഹത്തിലായിരുന്നു കഴിഞ്ഞത്. അന്നന്ന് വേണ്ട അപ്പം ഞങ്ങൾക്ക് തരണമേ എന്ന പ്രാർത്ഥന ഓർമ്മിപ്പിക്കുന്നത് പോലെ ജെറുസലേമിൽ അപ്പം ഇല്ലാതാകുന്നതുവരെ ഓരോ ദിവസവും കാരാഗ്രഹത്തിലേക്ക് ജെറമിയായ്ക്കായി ഓരോ അപ്പം കൊടുത്തുവിടപ്പെട്ടു. പിന്നീട് ജെറമിയായുടെ ശത്രുക്കൾ അദ്ദേഹത്തെ ദേവാലയത്തിന് അടുത്തുള്ള മൽക്കിയ രാജകുമാരൻ്റെ കിണറ്റിലേക്ക്, ആ ചെളിയിലേക്ക് തള്ളിയിട്ടു. ജെറമിയ മരിക്കുന്നതിന് മുമ്പ് എത്യോപ്യക്കാരനായ ഏബദ്മലേക്ക് അദ്ദേഹത്തെ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി. ജെറുസലേമിൻ്റെ നാശം വരെ ജെറമിയ കാവൽപുരത്തളത്തിൽ കാരാഗ്രഹത്തിൽ കഴിഞ്ഞു. വിശ്വസ്തയോടെ ദൈവത്തിൻ്റെ പ്രവചനങ്ങൾക്ക് കാതുകൊടുത്ത ഒരു മനുഷ്യൻ്റെ ചരിത്രമാണ് ജെറമിയായിലൂടെ നമ്മൾ കാണുന്നത്. എന്ത് വില കൊടുത്തും ദൈവത്തെ അനുസരിക്കാൻ വ്രതബദ്ധതയോടെ ജീവിച്ച ഒരു മനുഷ്യൻ. തൻ്റെ കൺമുമ്പിൽ തൻ്റെ ഉറ്റവരും ഉടയവരും അധികാരസ്ഥാനത്തിരിക്കുന്നവരും ആത്മീയ മണ്ഡലങ്ങളിൽ വ്യാപരിക്കുന്നവരുമെല്ലാം തനിക്കെതിരാണെന്നറിയുമ്പോഴും ദൈവത്തിൻ്റെ വാക്കുകൾ അയാൾ പറഞ്ഞുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ ഹിതം അയാൾ വെളിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. ഒടുവിൽ അതിന് അയാൾ കൊടുക്കേണ്ടി വന്ന വില അയാളുടെ ജീവനാണ്. എങ്കിലും സത്യത്തിനു വേണ്ടിയും ദൈവത്തിനു വേണ്ടിയും ഇത്രയും തീഷ്ണതയോടെ നിന്ന ഈ മനുഷ്യൻ തിരുവചനത്താളുകളിലിരുന്ന് നമ്മളോട് പറയുന്നത് സത്യത്തിനു വേണ്ടി നമ്മൾ അങ്ങനെ അത്രയും തീഷ്ണതയുള്ള ഒരു വില കൊടുക്കണം എന്നാണ്. യൂദത്തിൻ്റെ പുസ്തകം ഞാൻ പറഞ്ഞിരുന്നു, ഇതൊരു ഉപമ പോലെയാണ് വായിച്ചെടുക്കേണ്ടത്. ശത്രു വന്ന് പടിവാതിൽക്കൽ നിൽക്കുമ്പോൾ, ദൈവജനത്തിന് ഒരു ഉപദ്രവം ഉണ്ടാകുമ്പോൾ എങ്ങനെയാണ് ദൈവജനം അതിനെ കൈകാര്യം ചെയ്യേണ്ടത് എന്നതിൻ്റെ ഏറ്റവും മനോഹരമായ നിദർശനവും മാതൃകയും പാഠവുമാണ് യൂദത്തിൻ്റെ ഗ്രന്ഥം. നമ്മൾ ഇതുവരെയുള്ള അധ്യായങ്ങളിൽ കണ്ടത്, അവർ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, അവർ ഉപവാസം അനുഷ്ഠിച്ചു, അവർ സാഷ്ടാംഗം വീണ് ദൈവത്തെ ആരാധിച്ചു. യൂദത്തിൻ്റെ ജീവിതത്തിൻ്റെ മാതൃകയും മറ്റൊന്നല്ല. അവൾ ഈ ആസന്നമായ ആപത്തിനെ കൺമുമ്പിൽ കണ്ടുകൊണ്ട് ഉപവാസത്തിലും പ്രാർത്ഥനയിലും ചെലവഴിച്ചിരുന്ന ആ ജീവിതം ഒരിക്കൽ കൂടി ആ ആത്മീയ മാർഗങ്ങൾ അവലംബിച്ച് ശത്രുവിനെ നേരിടാൻ ഒരുങ്ങുകയാണ്. അവളും അവളുടെ ദാസിയും കൂടി എന്തോ ദൈവിക ജ്ഞാനത്തിൽ തീരുമാനിച്ചുറപ്പിച്ച് യാത്ര തുടങ്ങാൻ ഒരുങ്ങുകയാണ്. അതിനു മുമ്പ് അവൾ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു, കർത്താവിൻ്റെ ശക്തിയിൽ വിശ്വസിച്ചു, കർത്താവ് തങ്ങളെ വിടുവിക്കും എന്ന് ദൈവത്തിൽ ആശ്രയിച്ചു. 9-ാം അധ്യായത്തിൽ അവളുടെ ഹൃദയം നുറുങ്ങിയുള്ള പ്രാർത്ഥനയാണ് നമ്മൾ കാണുന്നത്. ആ ദൈവശക്തിയെ, ദൈവത്തിൻ്റെ അത്യുന്നത ആധിപത്യത്തെ അംഗീകരിച്ച ആ മകൾ ശത്രുവിനെ എങ്ങനെ പരാജയപ്പെടുത്തുമെന്ന് തുടർന്നുള്ള ദിവസങ്ങളിൽ നമ്മൾ വായിക്കും. ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ മാനുഷിക മാർഗങ്ങൾ അവലംബിക്കാതെ പ്രാർത്ഥനാ മുറിയിലേക്ക് തിരിയാനും ഒരാത്മീയ പോരാട്ടത്തിലൂടെ ദൈവ കരങ്ങളിൽ നിന്ന് ശക്തി പ്രാപിക്കാനും ശത്രുവിനെ പരാജയപ്പെടുത്താനും നമുക്ക് കഴിയും എന്നുള്ളതിൻ്റെ മനോഹരമായ ഒരു മാർഗനിർദ്ദേശമാണ് ഈ ഗ്രന്ഥം. നിങ്ങളുടെ ഈ വചനവായനയെ ദൈവം കൂടുതൽ അനുഗ്രഹിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഞാൻ അമേരിക്കയിൽ ന്യൂജേഴ്സിയിൽ നടക്കുന്ന ദിവ്യകാരുണ്യ കോൺഗ്രസിൻ്റെ നടുവിൽ നിന്നാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. പരിശുദ്ധ കുർബാനയോടുള്ള ഭക്തി ലോകം മുഴുവൻ വ്യാപിക്കുന്നതിന് പുതിയ ഒരു ഉണർവ് സഭയിലുണ്ടാവാൻ നിങ്ങൾ ഈ ദിവസം പ്രത്യേകം പ്രാർത്ഥിക്കുക. നാളെ വീണ്ടും ഈ വചനസ്വരവുമായി നിങ്ങളുടെ അടുത്തേക്ക് എത്തും വരെ മറക്കരുത്, ഞാൻ ഡാനിയലച്ചൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. അതുവരെ പരസ്പരം സ്നേഹിക്കാം, പരസ്പരം പ്രാർത്ഥിക്കാം, ഒരാളോടെങ്കിലും യേശുവിനെക്കുറിച്ച് പങ്കുവെക്കാം. ഈ ദിവസം ദൈവത്തിൻ്റെ മഹത്വത്തിനായി ജീവിക്കാം. മഹത്വം യേശുവിന് മാത്രം. സർവശക്തനായ ദൈവം, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.